അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ നമുക്കറിയാം കഴിഞ്ഞ 5 വർഷമായിട്ട് കോതോളങ്ങര വാർഡിൽ നിന്നും വാർഡ് 3-ൽ നിന്നും വേങ്ങൂർ വാർഡ് 10-ൽ നിന്നും BJP സ്ഥാനാർത്ഥികൾ ജയിച്ച് കൗൺസിലർമാരായി വന്നിരുന്നു. നമുക്ക് അറിയാവുന്ന പോലെ അങ്കമാലിയിലെ ഏറെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചു. കൂടാതെ നമ്മളുടെ ഭരണകക്ഷി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്കൊരു തിരുത്തൽ ശക്തി പോലെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് കൂടെ നിന്നും എന്നാൽ അവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചും ഈ 5 വർഷം നല്ല രീതിയിൽ നമ്മളുടെ അങ്കമാലിയെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചു. അതുകൂടാതെ 5 വർഷമായിട്ട് വളരെ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന നമുക്ക് ആധുനികമായിട്ടുള്ള ക്രിമേഷൻ സെൻറ്റർ നമുക്ക് അങ്കമാലിയിലില്ല. അതിനെതിരെ പല രീതിയിൽ നിവേദനം കൊടുത്തും പ്രമേയത്തിലൂടെയും സമരമുറകളിലൂടെയും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ക്രിമേഷൻ സെൻറ്റർ ഇപ്പോൾ യാഥാർത്ഥ്യമായി ആയിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടന്നു കഴിഞ്ഞു. അതുകൂടാതെ കേന്ദ്ര പദ്ധതികളായിട്ടുള്ള അമൃത് പദ്ധതിയിലൂടെ നമ്മളുടെ പാർക്ക് നവീകരിക്കാൻ സാധിച്ചു. കൂടാതെ എല്ലാ ഭവനങ്ങളിലേക്കും ശുദ്ധജലം എത്തിക്കാൻ അതിലൂടെ സാധിച്ചു. അതുകൂടാതെ ശുദ്ധ ജലാശയങ്ങളെ നവീകരിക്കുന്നതിന് അമൃത് പദ്ധതിയിലൂടെ ഫണ്ട് കൈമാറി. കേന്ദ്ര പദ്ധതികളാണ് ഇന്ന് കാണുന്ന അങ്കമാലിയുടെ വികസനത്തിലേറെ പങ്കുമുള്ളത്. അത് മുഴുവൻ നല്ല രീതിയിൽ ചെലവഴിച്ചാൽ ഇതിലും വലിയ വികസന പ്രവർത്തനങ്ങൾ അങ്കമാലിക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിലേക്ക് നമ്മൾ ഇനി വരുന്ന സ്ഥാനാർത്ഥികളെ, അങ്കമാലിയിലെ മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെയും വിജയിപ്പിച്ച് വികസിതമായ ഒരു അങ്കമാലി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഏവരുടെയും സഹായം ആവശ്യമാണ്. എല്ലാ വോട്ടുകളും BJP സ്ഥാനാർത്ഥികൾക്ക് നൽകി അവരെ ഉജ്ജ്വലമായ വിജയത്തിലൂടെ എത്തിച്ച് അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിലേക്ക് അങ്കമാലിയുടെ ഭരണം കൈമാറിയാൽ നമുക്കറിയാം നമുക്ക് സമീപത്തുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികളിലേക്ക് എത്ര നല്ല രീതിയിലാണ് കേന്ദ്ര ഫണ്ടുകൾ കൊണ്ടുവന്ന് അവിടെ വികസനം നടത്തുന്നതെന്നറിയാം. അതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ അങ്കമാലിക്കും സ്വപ്നം കാണാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.